എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ സിനോണിംസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, പേഴ്സൺ ഹു ഹാസ് കം ടു ലിവ് ഇൻ എ കൺട്രി ദാറ്റ് ഇസ് നോട്ട് ദെയർ ഓൺ. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എന്താ പറയാ? പേഴ്സൺ ഹു ഹാസ് കം ടു ലിവ് ഇൻ എ കൺട്രി ദാറ്റ് ഇസ് നോട്ട് ദെയർ ഓൺ. വേഗം ആൻസർ പറഞ്ഞോളൂ. ആൻസർ ഇമിഗ്രന്റ് ആണ് കേട്ടോ. ഇമിഗ്രന്റ്, അതായത് ഇങ്ങോട്ട് വന്ന് കുടിയേറിയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇമിഗ്രന്റ് എന്ന് പറയാ കേട്ടോ. ഇങ്ങോട്ട് വന്ന്, അപ്പൊ നമുക്ക് ഇൻ എന്നുള്ള രീതിയിൽ ആലോചിക്കാലോ അല്ലെ. ഇങ്ങോട്ട് വന്നേക്കല്ലോ, അപ്പൊ ഇൻ അല്ലെങ്കിൽ ഇം എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ ഇമിഗ്രന്റ് ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കുടിയേറുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നത് എമിഗ്രന്റ് എന്നാണ് പറയാ. ഓക്കെ, ഇനി ആൾട്രൂയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൾട്രൂയിസ്റ്റ് മനുഷ്യ സ്നേഹി. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. ആൾട്രൂയിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ലവ്സ് മാൻകൈൻഡ്. ഓക്കെ, വൺ ഹു ലവ്സ് കൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മനുഷ്യ സ്നേഹി എന്ന് പറയും. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മധ്യസ്ഥനാണ്. ഓക്കെ, മധ്യസ്ഥൻ. ഇപ്പൊ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഒക്കെ നടക്കുമ്പോൾ ഒരു മധ്യസ്ഥൻ ഉണ്ടാവുമല്ലോ, അവരെ പറയുന്നതാണ് ആർബിട്രേറ്റർ. ഓക്കെ, ആർബിട്രേറ്റർ. അപ്പൊ പേഴ്സൺ ഹു ഹാസ് കം ടു ലിവ് ഇൻ എ കൺട്രി ദാറ്റ് ഇസ് നോട്ട് ദെയർ ഓൺ. ഇങ്ങോട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാർ എന്താ പറയാ? ഇമിഗ്രന്റ്. ഇമിഗ്രന്റ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് വരാം അല്ലെ. വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ്. എനിക്ക് തോന്നുന്നു ഇത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ചിലപ്പോൾ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. വേഗം പറഞ്ഞേ. വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ് ആണ്. ഉറക്കത്തിൽ സംസാരിക്കുന്ന ഒരാളെ എന്താ പറയാ? സോംനിലോക്കി. എന്താണ്? സോംനിലോക്കി ആണ്. സോംനാംബുലിസ്റ്റ് അല്ല കേട്ടോ. സോംനാംബുലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ആൾക്കാരെയാണ്. വൺ ഹു വോക്സ് ഇൻ സ്ലീപ്പ് ആണ് സോംനാംബുലിസ്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ആംബുലൻസിലൊക്കെ കൊണ്ടുപോണ്ടി വരുന്നൊക്കെ വെറുതെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കണക്ഷൻസ് ആണ് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെ കാണുക. അപ്പൊ സോംനാംബുലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു വോക്സ് ഇൻ സ്ലീപ്പ്. വൺ ഹു ടോക്സ്, ഉറക്കത്തിൽ സംസാരിക്കുന്ന ഒരാളെ നമ്മൾ പറയുന്നത് സോംനിലോക്കി. ഇനി ഗ്യാരലസ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? ഗ്യാരലസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഗ്യാരലസ് എന്ന് പറഞ്ഞാല് ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ അല്ലെ. ലൊക്കേഷ്യസ് ആണെങ്കിലും ഗ്യാരലസ് ആണെങ്കിലും അതേപോലെ തന്നെ വെർബോസ്. ഓക്കെ, ഇനി ക്രെഡുലസ്. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡുലസ് വൺ ഹു ബിലീവ്സ് ഈസിലി. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ എന്ത് പറയാ? ക്രെഡുലസ് അല്ലെ. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്നത് കുറച്ച് കേടാണെന്ന് ഓർക്കാം അല്ലെ. ക്രെഡ് അല്ലെങ്കിൽ കേടാണെന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ അതാണ് ക്രെഡുലസ് കേട്ടോ. അപ്പൊ വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ് എന്താ? സോംനിലോക്കി. വൺ ഹു വോക്സ് ഇൻ സ്ലീപ്പ് എന്താ? സോംനാബുലിസ്റ്റ്. പിന്നെ എ പേഴ്സൺ ഹു ടോക്സ് ടു മച്ച് എന്താ പറയാ? ഗ്യാരുലസ് അല്ലെങ്കിൽ ലൊക്കേഷ്യസ് അല്ലെ. ലോക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു പറഞ്ഞു. വെർബോസ്. ഓക്കെ, വൺ ഹു ബിലീവ്സ് ഈസിലി പറഞ്ഞോളൂ. ക്രെഡുലസ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തതിലേക്ക് കയറാം. വൺ ഹു ട്രീറ്റ്സ് മൈനർ ഡിസോർഡേഴ്സ് ഓഫ് ദി ഫീറ്റ്. ഓക്കെ, ഫീറ്റിന്റെ മൈനർ ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ചികിത്സിക്കുന്ന ഒരാളെ നമ്മൾ എന്താണ് പറയാ? വേഗം പറഞ്ഞോളൂ. ആൻസർ ചിറപ്പോഡിസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഫീറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെരുപ്പുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. അതേപോലെ ചിറപ്പോഡിസ്റ്റ്. ചിറപ്പോഡിസ്റ്റ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഇവിടെയുള്ള ബാക്കി കുറച്ച് ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. എഗ്ലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ? എഗ്ലിറ്റേറിയൻ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആൾക്കാരെയാണ്. ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? എഗ്ലിറ്റേറിയൻ എന്ന് പറയാം. ഓക്കെ, EGAL നമുക്ക് ഈക്വൽ പോലെ ഒന്ന് ആലോചിച്ചൂടെ അല്ലെ. ഇഗൽ എന്ന് പറയുമ്പോ ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഈക്വൽ ആയിട്ടൊന്ന് അസ്യൂം ചെയ്യാം അല്ലെ. അപ്പൊ ഈക്വൽ പോലെ എഗ്ലിറ്റേറിയൻ. ഓക്കെ, വൺ ഹു ബിലീവ്സ് ഇൻ ഇക്വാലിറ്റി. ഇനി യൂസറർ എന്ന് പറഞ്ഞാൽ എന്താ? യൂസറർ പറയാവോ? യൂസറർ ആരാണ്? യൂസറർ യൂസറർ എന്ന് പറഞ്ഞാൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ പൈസ ലെൻഡ് ചെയ്യുന്ന, മണി ലെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് യൂസറർ എന്ന് പറയാ. നമ്മുടെ ഭാഷയിൽ നമ്മൾ ചിലപ്പോൾ ബ്ലേഡ് എന്നൊക്കെ പറയും അല്ലെ. അതാണ് യൂസറർ. ഓക്കെ, അപ്പോ നമ്മളെ മാക്സിമം യൂസ് ചെയ്യും എന്ന് വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്ന കണക്ഷൻസ് ആണ് യൂസറർ. ഓക്കെ, അപ്പൊ നമ്മളെ മാക്സിമം യൂസ് ചെയ്യുന്ന വെറുതെ ഓർത്ത് വെക്കുക. ഇനി ഡൗസർ എന്ന് പറഞ്ഞാൽ എന്താ? എ മാൻ ഹു യൂസസ് വൈ ഷേപ്ഡ് സ്റ്റിക്ക് ആണ്. ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ട് വാട്ടർ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരാളെയാണ് ഡൗസർ എന്ന് പറയാ അല്ലെ. അണ്ടർഗ്രൗണ്ട് വാട്ടർ ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു വൈ ഷേപ്പ് സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ടല്ലേ ഒരു ട്രൗസർ ഒക്കെ ഇട്ടിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോ നമ്മുടെ ഓപ്ഷൻസ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വൺ ഹു ട്രീറ്റ്സ് മൈനർ ഡിസോർഡേഴ്സ് ഓഫ് ദി ഫീറ്റ്, ചിറപ്പോഡിസ്റ്റ്. യൂസർ എന്ന് പറഞ്ഞാൽ വൺ ഹു ലെൻസ് മണി അറ്റ്
ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെ, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടോ, ഇൻട്രസ്റ്റ് റേറ്റ്. അതേപോലെ തന്നെ ഡൗസർ എന്ന് പറഞ്ഞാൽ എന്താ, വൈ ഷേപ്ഡ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെ ലൊക്കേറ്റ് അണ്ടർഗ്രൗണ്ട് വാട്ടർ, അതാണ് ഡൗസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാം. വേർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ടോം, നമ്മുടെ ശവകല്ലറയിലുള്ള ആ ഒരു റൈറ്റിംഗ് ഉണ്ടല്ലോ, അതിനെന്താ പറയാ? യെസ്, എല്ലാം ഒരു എപ്പി വെച്ചിട്ടാണ് നമ്മുടെ ഓപ്ഷൻസ് അല്ലെ, പറയാവോ? എപ്പി ടഫ് ആണ്. ഓക്കെ, എപ്പി ടഫ് ആണ്. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. അപ്പോ ടോംബ് അല്ലെങ്കിൽ ശവകല്ലറയിലുള്ള റൈറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് വളരെ പ്രിയപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലെ, അതൊക്കെ കാണുമ്പോൾ. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ടഫ് ആണെന്ന് ഓർക്കാം. ടഫിന്റെ സ്പെല്ലിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്, TOUGH ആണ്. പക്ഷെ ടൈം ബീങ് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പി ടഫ്, കുറച്ച് ടഫ് ആണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. ഇനി എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ ഒരു കൺക്ലൂഡിങ് പാർട്ടിനെയാണ് നമ്മൾ പറയാ കേട്ടോ. അവസാനത്തെ പാർട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷനെയാണ് നമ്മൾ എപ്പിലോഗ് എന്ന് പറയാ, എപ്പിലോഗ് എന്ന് പറയാ. ഓക്കെ ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. വേർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ടോംബ് എന്താണ്? എപ്പിടഫ്. എപ്പിടഫ് എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി എപ്പിസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആണ് കേട്ടോ, അതിനാണ് നമ്മൾ എപ്പിസിൽ എന്ന് പറയാ. ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് കയറാം. ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് ചാസം, അതായത് പടകൂറ്റൻ കുഴി എന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ്? ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് ചാസം. വേഗം ആൻസർ പറഞ്ഞോളൂ. ആൻസർ, അങ്ങനെ ഒരു പടകൂറ്റൻ കുഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോകേണ്ടി വരും നോക്കാം. വെറുതെ പറയുന്ന കണക്ഷൻസ് ആണ്, വേഗം പറ. ബൈ ബൈ ഒക്കെ പറഞ്ഞു പോകേണ്ടി വരും അല്ലെ, എബൈസ് ആണ്. എബൈസ് ആണ് കേട്ടോ. അപ്പൊ ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് ചാസ്തൻ എന്താ പറയാ? എബൈസ് എന്ന് പറയും. ഗട്ടർ ആണെങ്കിലും ഒക്കെ അത്രയും വലിയൊരു പടകൂറ്റൻ കുഴീനെയല്ല നമ്മൾ പറയാ അല്ലെ. ബറോ ആണെങ്കിലും എന്താ, നമ്മുടെ റാബിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കുഴീനെയാണ് ബറോ എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചില്ല? ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് ശാസ്ത്രം എന്താ പറയാ? എബൈസ് അല്ലെ, എബൈസ് ആണ്. ഓക്കെ, നമുക്ക് പഠിച്ചുള്ള ഇത്രയും വേർഡ്സിൽ ഒന്നും കൂടെ നോക്കാം. എ പേഴ്സൺ ഹു ഹാസ് കം ടു ലിവ് ഇൻ എ കൺട്രി ദാറ്റ് ഇസ് നോട്ട് ദെയർ ഓൺ, എന്താ പറയുന്നത്? ഇമിഗ്രന്റ്. ഇമിഗ്രന്റ്. വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്, യെസ്, somniloquy. One who walks in sleep or somnambulist. One who talks too much and the garrulous. One who believes things easily and the credulous. One who treats minor disorders of the feet. അപ്പൊ നമ്മുടെ ചെരുപ്പുമായിട്ടല്ലേ, ചെറുപ്പോഡിസ്റ്റ്. ഇനി എഗ്ലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ വൺ ഹു സ്റ്റാൻഡ്സ് ഫോർ ഇക്വാലിറ്റി. ഡൗസർ എന്ന് പറഞ്ഞാൽ വൈ ഷേപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഡിറ്റക്ട് ചെയ്യുന്ന ഒരാളെയാണ് ഡൗസർ എന്ന് പറയാ അല്ലെ. യൂസർ എന്ന് പറഞ്ഞാൽ വൺ ഹു ലെൻസ് മണി അറ്റ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. വേർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ടോം എന്താണ് പറയുന്നത്? എപ്പി ടഫ് ആണ് അല്ലെ. കൺക്ലൂഡിംഗ് പാർട്ടിനെ നമ്മൾ എപ്പിലോഗ് എന്നും പറയും. ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് ചാസം എന്താണ്? അത്രയും പടകൂറ്റൻ കുഴിയാണ്, ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോണ്ടി വരുന്ന ഓർക്കാം, എബൈസ് ആണ്. ഇനി അടുത്ത് നോക്കാം. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ടേക്ക് എനി ആൽക്കഹോളിക് ഡ്രിങ്ക്, നിങ്ങൾക്ക് അറിയായിരിക്കും, വേഗം പറ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? പേഴ്സൺ ഹു ഡസ് നോട്ട് ടേക്ക് എനി ആൽക്കഹോളിക് ഡ്രിങ്ക്. ഓക്കെ, ടീ ടോട്ട്ലർ ആണ് അല്ലെ, ടീ ടോട്ട്ലർ ആണ്. ഓക്കെ, ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്, ടീ ടോട്ട്ലർ. ഇനി പേഴ്സൺ ഹൂ സ്റ്റിൽ ലേണിംഗ് ആൻഡ് ഹൂസ് വിതൗട്ട് എക്സ്പീരിയൻസ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, അയാൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എന്താണ് പറയാ? ഓക്കെ, സ്റ്റിൽ ലേണിംഗ് ആണ്, ആൻഡ് ഹൂസ് വിതൗട്ട് എക്സ്പീരിയൻസ്. നൊവൈസ് എന്ന് പറയും കേട്ടോ. എന്താണ്? നൊവൈസ് ആണ്. അപ്പൊ നൊവൈസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ബിഗിനർ എന്നുള്ളൊരു മീനിങ് അല്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, പക്ഷെ അയാൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കാം, നൊവൈസ്. അപ്പൊ വലിയ വയസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം അല്ലെ. ഈ നൊവൈസിന്റെ ആന്റണിം എന്താ? വെറ്ററൻ. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, വെറ്ററൻ കേട്ടോ. വെറ്ററൻ ആണ് നൊവൈസിന്റെ ആന്റണിം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെറ്ററൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പേർട്ട് ആണ് അല്ലെ. നൊവൈസ് എന്ന് പറഞ്ഞാൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളല്ലേ. അപ്പൊ വെറ്ററൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സ്പേർട്ട് എന്നുള്ള ഒരു മീനിങ് ആണ് വെറ്ററൻ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തേക്കാം കേട്ടോ. നെക്സ്റ്റ്, സ്പീച്ച് മെയ്ഡ് വിതൗട്ട് എനി പ്രീവിയസ് പ്രിപ്പറേഷൻ. നമുക്ക് പെട്ടെന്ന് ഒരു ടോപ്പിക് തരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്പീച്ചിനെ എന്താണ് പറയാ? ഓക്കെ, എക്സ്റ്റംബർ. വാട്ട് ഇസ് ഇറ്റ്? എക്സ്റ്റംബർ. എക്സ്റ്റംബർ കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ എക്സ്റ്റംബർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക് തരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് വേഗം സംസാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്പീച്ചിനെയാണ് വിതൗട്ട് എനി പ്രീവിയസ് പ്രിപ്പറേഷൻ, അതിനെന്താ പറയാ? എക്സ്റ്റംബർ. അതേസമയം മെയ്ഡൻ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? മെയ്ഡൻ, നമ്മൾ ക്രിക്കറ്റിലൊക്കെ പറയില്ലേ മെയ്ഡൻ, എന്താണ് അതിന്റെ അർത്ഥം? ഫസ്റ്റ് സ്പീച്ച് അല്ലെ, ഒരാളുടെ ഫസ്റ്റ് സ്പീച്ചിനെയാണ് നമ്മൾ പറയാ മെയ്ഡൻ എന്ന് പറയുന്നത് കേട്ടോ. തമ്മിൽ മാറിപ്പോവരുത്. ഇനി അടുത്ത് നോക്കാം. The style in which a writer makes a display of his knowledge.
The style in which a writer makes a display of his knowledge. Okay. ആൻസർ പെഡാന്റിക് ആണ്. ഓക്കെ. അപ്പോ ഒരാളുടെ അറിവിനെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ അതിനെ പറയുന്നതാണ് പെഡാന്റിക് കേട്ടോ. പെഡാന്റിക് ആണ്. വെർബോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം സംസാരിക്കുന്ന ആള് അല്ലെ. നമ്മുടെ സിനോണിംസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പോമ്പസ് എന്ന് പറയുമ്പോൾ പോ വെച്ചിട്ട് തന്നെ പൊങ്ങച്ചം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർനേറ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡെക്കറേറ്റ് അല്ലെ. ഓർനേറ്റ്, ഡെക്കറേറ്റ്, ഓർനേറ്റ്, ഓർണമെന്റ് എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റൈൽ ഇൻ വിച്ച് റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളേജ്. എന്താ പറയുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് പെഡാന്റിക്. പെഡാന്റിക്. അടുത്ത് നോക്കാം. A person who knows many languages, ഒരുപാട് ലാംഗ്വേജസ് അറിയാവുന്ന ഒരാൾ എന്താ പറയാ? A person who knows many languages. എന്താ പറയുന്നത്? പോളിഗ്ലോട്ട് അല്ലെ. പോളിഗ്ലോട്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോളിഗ്ലോട്ട്. ലോട്ട് ഓഫ് ലാംഗ്വേജസ് അറിയാവുന്ന ഒരാൾ എന്താ പറയാ? പോളിഗ്ലോട്ട് എന്ന് ഓർത്തു വെക്കാം അല്ലെ. ലോട്ട് ഓഫ് ലാംഗ്വേജസ്. പോളി എന്ന് പറഞ്ഞാൽ എന്താ? മെനി. പോളിമേഴ്സ്, പോളിഗൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? മെനി അല്ലെ. ഇനി ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈൽ. ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഫൈൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ലവിങ് അല്ലെ. ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ബുക്ക് ലവിങ് ആണ് കേട്ടോ. ബുക്ക് ലവിങ് ആണ്. ഓക്കെ. ഇനി അടുത്തതിലേക്ക് കയറാം. മർഡർ ഓഫ് എ കിങ്. ഒരു കിങ്ങിനെ കൊല്ലുന്ന ആ ഒരു ആക്ടിന് എന്താ പറയാ? മർഡർ ഓഫ് എ കിങ്. ദാറ്റ് ഇസ് നോൺ ആസ് എന്താണ്? റെജിസൈഡ് ആണ് അല്ലെ. റെജിസൈഡ് ആണ്. കിങ് രാജി വെച്ചില്ലെങ്കിൽ, രാജി എന്നൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. രാജി വെച്ചില്ലെങ്കിൽ കിങ്ങിനെ കൊന്നു കളഞ്ഞു എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ റെജിസൈഡ് ആണ് കേട്ടോ. റെജിസൈഡ്. ഓക്കെ. ഇനി നമുക്ക് ഇതേപോലെയുള്ള സൈഡുകൾ, സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സൂയിസൈഡ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള കില്ലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വൺ വേർഡ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ. അടുത്തിലേക്ക് കയറാണ്. A student who stays away from school without telling his or her parents. പാരന്റ്സിനോട് പറയാണ്ട് ഓക്കെ സ്കൂളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിനെ എന്താണ് പറയാ? യെസ്, ട്രോണ്ട്. എന്താ പറയാ? ട്രോണ്ട് കേട്ടോ. TRUANT. ട്രോണ്ട്. അപ്പൊ വീട്ടില് പാരന്റ്സിനോട് പറയാണ്ട് ഓണ്ടിന്റെ വീട്ടിൽ പോയി ഓർത്തോളൂ. ഓണ്ട്. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഇവിടെ ആദ്യം യു ആണ്, പിന്നെയാണ് എ വരുന്നത്. ഓക്കെ. അപ്പൊ ട്രോണ്ട് എന്നാണ് പറയാ കേട്ടോ. സ്റ്റുഡന്റ് ഹു സ്റ്റേസ് അവേ ഫ്രം സ്കൂൾ വിതൗട്ട് ടെല്ലിംഗ് ഹിസ് ഓർ ഹെർ പാരന്റ്സ്. വേഗം പറഞ്ഞേ. എന്താ പറയുന്നത്? ട്രോണ്ട് എന്നാണ് പറയാ. ട്രോണ്ട്. A short narration of a single incident of private life is known as. പറട്ടെ. A short narration of a single incident of a private life is known as കേട്ടോ. anecdote ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു നറേഷൻ, അതിനെയാണ് പറയുന്നത് അനക്ഡോട്ട്. അനക്ഡോട്ട് റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ബി എഡ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പൊ ഓരോ കുട്ടികളുടെയും നമ്മൾ ഓരോ ദിവസം എന്തൊക്കെയാണ് നടക്കണേ എന്നുള്ളതൊക്കെ ആ ഒരു റെക്കോർഡിനകത്ത് നോട്ട് ചെയ്യും. അപ്പൊ ഷോർട്ട് നറേഷൻ ഓഫ് എ സിംഗിൾ ഇൻസിഡന്റ് ഓഫ് പ്രൈവറ്റ് ലൈഫ്, ദാറ്റ് ഇസ് നോൺ ആസ് അനക്ഡോട്ട് കേട്ടോ. അനക്ഡോട്ട് ആണ്. അടുത്തേക്ക് കയറാം. ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ്. പോരട്ടെ. ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് എന്താണ്? മിസ്ഹാപ്പ് അല്ലെ. മിസ്ഹാപ്പ് ആണ്. അപ്പൊ ഒരു ആക്സിഡന്റ് എങ്ങനെ ഹാപ്പൻ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ. എങ്ങനെ ഹാപ്പൻ ചെയ്തു? ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കും. അതേപോലെ ഹാപ്പ് ഉണ്ട് കേട്ടോ അതിനകത്ത്. മിസ് ഹാപ്പ്. ഓക്കെ. മിസ് ഹാപ്പ്. ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് ഇറ്റ് ഇസ് നോൺ ആസ് മിസ് ഹാപ്പ്. ഓക്കെ. പഠിച്ചു വെച്ചേക്കണേ. മിസ് ഹാപ്പ്. എ പേഴ്സൺ ഹു ലീവ്സ് എ വാൻഡറിംഗ് ലൈഫ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളെ എന്താ പറയാ? എ പേഴ്സൺ ഹു ലീവ്സ് എ വാൻഡറിംഗ് ലൈഫ്. ഇതൊക്കെ PYQ ആണ്. വാഗാബോണ്ട്. എന്താ പറയാ? വാഗാബോണ്ട് കേട്ടോ. വാഗാബോണ്ട് ആണ്. എ പേഴ്സൺ ഹു ലീവ്സ് എ വാൻഡറിംഗ് ലൈഫ്. എന്താ പറയുന്നത്? വാഗാബോണ്ട്. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഈ വാഗാ ബോർഡറിൽ സോൾജേഴ്സ് അലഞ്ഞിരിഞ്ഞ് നടന്നു എന്നുള്ള രീതിയിൽ ഓർക്കാം. അല്ലെങ്കിൽ വാഗമണിലൊക്കെ നമ്മളിങ്ങനെ വാൻഡറിംഗ് ആയിട്ട് നടന്നു, അലഞ്ഞിരിഞ്ഞ് നടന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ. ഇനി അടുത്തേക്ക് കയറാം. എ പേഴ്സൺ ഹു ഇസ് ബാഡ് ഇൻ സ്പെല്ലിംഗ്. ഓക്കെ. ബാഡ് ഇൻ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാളെ എന്താ പറയാ? ഓക്കെ. അല്ലെങ്കിൽ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ. ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാളെ എന്താ പറയുന്നത്? കാക്കോഗ്രഫിസ്റ്റ്. എന്താ പറയാ? കാക്കോഗ്രഫിസ്റ്റ് ആണ്. ഓക്കെ. കാക്ക ചിക്കിയ പോലത്തെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് ഓർക്കാം അല്ലെ. കാക്കോ എന്ന് പറയുമ്പോൾ കാക്ക ചിക്കിയ പോലത്തെ ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്ന് ഓർത്ത് വെക്കാം. ബാഡ് ഇൻ സ്പെല്ലിങ്ങും അതേപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് എന്താ പറയാ? കാക്കോഗ്രഫിസ്റ്റ്. ലെക്സിക്കോഗ്രഫർ എന്ന് പറഞ്ഞാൽ എന്താ? ലെക്സിക്കോഗ്രഫർ. ലെക്സിക്കോഗ്രഫർ എന്ന് പറഞ്ഞാൽ വൺ ഹു കമ്പൈൽസ് ഡിക്ഷണറി അല്ലെ. ഡിക്ഷണറി. വൺ ഹു കമ്പൈൽസ്
ഡിക്ഷണറി. ആ ഡിക്ഷണറിയുടെ സ്പെല്ലിംഗ് നോക്കിയേ, NARY ആണ് കേട്ടോ, NARY. നമ്മുടെ ഡിക്ഷണറിനകത്തൊക്കെ ആൽഫബറ്റിക് ഓർഡറിലല്ലേ വരിക. അപ്പൊ ആദ്യം A ആണെന്ന് ഓർക്കാം. E ആണോ A ആണോ എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ലെക്സി പേന അല്ലെ, ഒരു പെൻ ഉണ്ടല്ലോ ലെക്സി എന്ന് പറഞ്ഞിട്ട്, ലെക്സി പെൻ വെച്ചിട്ട് ഡിക്ഷണറിയിലൊക്കെ മാർക്ക് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഹു കമ്പൈൽസ് ഡിക്ഷണറി. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കാലിയോഗ്രാഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള, അല്ലെ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാളെയാണ് കാലിഗോഗ്രാഫിസ്റ്റ് എന്ന് പറയാം. ഓക്കെ. ബിബ്ലിയോഫൈൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഫയൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ലവിംഗ്, ബുക്ക് ലവിംഗ് ആണ്. ഓക്കെ, ബുക്ക് ലവിംഗ്, വൺ ഹു ലവ്സ് ബുക്ക് ആണ് ബിബ്ലിയോഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സൺ ഹു ഇസ് ബാഡ് ഇൻ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എന്താ നമ്മൾ പറയാ? കാക്കോഗ്രഫിസ്റ്റ്. അടുത്ത് നോക്കാം, പ്ലേസ് വേർ മണി ഈസ് കോയിൻഡ്. പറയാമോ? A place where money is coined. അതിനെ പറയുന്നത് ആ പ്ലേസിനെയാണ് അല്ലെ, മിന്റ് എന്നാണ് പറയാ. എന്താ പറയാ? മിന്റ് കേട്ടോ, മിന്റ് ആണ്. പൈസ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആരും മിണ്ടരുത് അല്ലെ, ചിലപ്പോ എണ്ണൊക്കെ തെറ്റിപ്പോവും എന്നൊക്കെ ഓർത്ത് വെക്കാം. മിന്റ് എന്നാണ് പറയാ. ഓക്കെ, മിന്റ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. PYQ ആണ്. A poem in the form of an address. ഓക്കെ, poem in the form of an address. എന്താണ് നമ്മൾ പറയാ? ഒരാളെ അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോയത്തെ, സ്വാഗതം ചെയ്യുന്ന ഒരു രീതിയിലുള്ള പോയത്തെ നമ്മൾ പറയുന്നത് ഓടെ എന്നാ പറയാ അല്ലെ. ഇറ്റ്സ് ഓപ്ഷൻ സി, ഓടെ എന്നാണ് പറയാ. ഓക്കെ, 14 ലൈൻസ് ഉള്ള ഒരു ചെറിയ പോയത്തിനെ പറയുന്നതാണ് സൊണറ്റ്. PYQ ആണ്. 14 ലൈൻസ് ഉള്ള ഒരു പോയത്തിനാണ് പറയാ സൊണറ്റ് എന്ന് പറയാ. ലുളബി ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ, താരാട്ടുപാട്ടിനെയാണ് നമ്മൾ ലുളബി എന്ന് പറയുന്നത്. പോയം ഇൻ ദ ഫോം ഓഫ് എൻ അഡ്രസ് എന്താണ്? ഓടെ. ഇനി ജസ്റ്റ് നമുക്ക് അഡ്രസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാളുടെ മേൽവിലാസം എന്നുള്ള രീതിയിൽ നമുക്ക് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി അവരുടെ വീട്ടിലെത്തുന്ന ഓർക്കാം. ഓടി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, ഓടെ. കിട്ടുന്നുണ്ടോ? പോയം ഇൻ ദി ഫോം ഓഫ് എൻ അഡ്രസ് ഇറ്റ് ഇസ് നോൺ ആസ് എന്താണ്? ഓടെ. 14 ലൈൻസ് ഉള്ള ഒരു ചെറിയൊരു പോയത്തിന് എന്താ പറയാ? സോണറ്റ് എന്ന് പറയും. താരാട്ടുപാട്ടിന് എന്താ പറയാ? ലുളബി എന്ന് പറയും അല്ലെ. അടുത്തേക്ക് കയറാം. A person chosen to settle the issue between parties engaged in a dispute. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്? ആർബിട്രേറ്റർ അല്ലെ, ഒരു എന്താ പറയാ, ഒരു മീഡിയേറ്റർ. ഓക്കെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരാളല്ലേ, അവരെ പറയുന്നത് എന്താണ്? ആർബിട്രേറ്റർ. ആൾട്രൂയിസ്റ്റ് നേരത്തെ പറഞ്ഞതാണ് എന്താ? മനുഷ്യസ്നേഹി. എറുഡൈറ്റ് എന്തായിരുന്നു? നമ്മൾ സിനോണിംസിൽ പഠിച്ചപ്പോ പറഞ്ഞിരുന്നല്ലേ എറുഡൈറ്റ്? ഒരു സ്കോളർ അല്ലെ, സ്കോളറിനെയാണ് എറുഡൈറ്റ് എന്ന് പറയാം. ഇനി എക്കംപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുപ്രതി അല്ലെങ്കിൽ കൂട്ടാളി. ഓക്കെ, ഇതും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, എക്കംപ്ലൈസ്. ഓക്കെ, കൂട്ടുപ്രതി അല്ലെങ്കിൽ കൂട്ടാളി എന്നുള്ള മീനിങ് ആണ് എക്കംപ്ലൈസ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? അപ്പൊ പേഴ്സൺ ചോസൺ ടു സെറ്റിൽ ദ ഇഷ്യൂ ബിറ്റ്വീൻ പാർട്ടീസ് എൻഗേജ് ഇൻ എ ഡിസ്പ്യൂട്ട് എന്താ പറയുന്നത്? ആർബിട്രേറ്റർ. അടുത്ത് നോക്കാം, എ വൈഡ് റോഡ് വിത്ത് ട്രീസ് ഓൺ ഐദർ സൈഡ് ഇസ് കോൾഡ്. അതായത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള റോഡ്, അതിന്റെ രണ്ട് സൈഡിലും ഐദർ സൈഡ്സും ട്രീസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു വൈഡ് റോഡിനെ നമ്മൾ എന്താ പറയുന്നത്? അവന്യൂ. എന്താ പറയാ? അവന്യൂ. ഓക്കെ. അടുത്തത്, ആൻ എൽഡർലി അൺമാരീഡ് വുമൺ. കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീയെ എന്താണ് പറയാ? ആൻ എൽഡർലി അൺമാരീഡ് വുമൺ. യെസ്, സ്പിൻസ്റ്റർ ആണ്. എന്താ പറയുന്നത്? സ്പിൻസ്റ്റർ കേട്ടോ, പഠിച്ചേക്ക. ആണെങ്കിൽ പള്ളിയിലെ സിസ്റ്ററിനെ ഓർക്കാം അല്ലെ, കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീയെ പറയുന്നത് സ്പിൻസ്റ്റർ എന്നാണ് പറയാ. സൈക്കോഫെന്റ് എന്തായിരുന്നു? പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സൈക്കോഫെന്റ്, ഫ്ലാറ്ററർ, പൊങ്ങച്ചം പറയുന്ന, പോംപസ്. ഓക്കെ, അടുത്ത് നോക്കാം, ദ വേർഡ് വിച്ച് മീൻസ് ഫാൾസ് റിപ്പോർട്ട്സ് ദാറ്റ് ഡാമേജ് ദി റെപ്യൂട്ടേഷൻ ഓഫ് എ പേഴ്സൺ. ഒരാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഫാൾസ് റിപ്പോർട്ട്സിനെ എന്താണ് പറയാ? അതായത് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഫാൾസ് റിപ്പോർട്ട്സിനെ എന്താണ് നമ്മൾ പറയാ? എന്താണ് പറയാ? സ്ലാൻഡർ. വാട്ട് ഇസ് ഇറ്റ്? സ്ലാൻഡർ അല്ലെ. അപ്പൊ ഒരാളെങ്ങനെ മാനസികമായിട്ടൊക്കെ തകർത്തു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് പോകുന്ന ഓർക്കാം അല്ലെ. നമ്മൾ സ്ലാൻഡിങ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിൽ പഠിച്ചില്ലേ? സ്ലാൻഡ് ചെയ്യുക അല്ലെ. ശരിയാ, T ആണ് കേട്ടോ, സ്ലാൻഡ്. അതേപോലെ നമുക്ക് സ്ലാൻഡർ ആയിട്ട് കണക്ട് ചെയ്യാം. അപകീർത്തിപ്പെടുത്തി കഴിയുമ്പോൾ സ്ലാൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. അടുത്തത്, ലാർജ് സ്കെയിൽ ഡിപ്പാർച്ചർ ഓഫ് പീപ്പിൾ. ഒരേ സമയം ഇഷ്ടംപോലെ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് പോവാ. ലാർജ് സ്കെയിൽ ഡിപ്പാർച്ചർ ഓഫ് പീപ്പിൾ എന്താണ് നമ്മൾ പറയാ? ലാർജ് സ്കെയിൽ ഡിപ്പാർച്ചർ ഓഫ് പീപ്പിൾ അതിനെ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്. നമുക്കറിയോ എത്ര ആൾക്കാരാണ് പോയത്? നമുക്കറിയോ? ഇല്ല അല്ലെ. അപ്പൊ മാത്സിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, ലെറ്റ് ഇറ്റ് ബി എക്സ് അല്ലെ. എത്ര ആൾക്കാർ പോയി? ലെറ്റ് ഇറ്റ് ബി എക്സ്. അപ്പൊ അതേപോലെ നമ്മുടെ ആൻസർ എക്സോഡസ്.
ഓക്കെ, എക്സോഡസ്. ലാർജ് സ്കെയിൽ ഡിപ്പാർച്ചർ ഓഫ് പീപ്പിൾ, ഒരേ സമയം ഇഷ്ടംപോലെ ആൾക്കാർ അവിടുന്ന് പോവാണ്, അങ്ങനെയുള്ള ഒന്നിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എക്സോഡസ് എന്ന് പറയുന്നത് കേട്ടോ, എക്സോഡസ്. അടുത്തത് എ ലിറ്റററി വർക്ക് പബ്ലിഷ്ഡ് ആഫ്റ്റർ ഇറ്റ്സ് ഓതേഴ്സ് ഡെത്ത്. അതായത് ഒരു ഓതർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ലിറ്റററി വർക്ക് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ പറയുന്നത് എന്താ? പോസ്തുമസ്. ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്, പഠിക്കുക. പോസ്തുമസ് എന്നാണ് പറയാ കേട്ടോ, പോസ്തുമസ് ആണ്. അതേപോലെ തന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ജനിച്ചിട്ടുള്ള ഒരു കുട്ടീനെയും നമ്മൾ പറയുന്നത് പോസ്തുമസ് എന്നാണ് കേട്ടോ. അപ്പൊ ലിറ്റററി വർക്ക് പബ്ലിഷ് ആഫ്റ്റർ ഇറ്റ്സ് ഓതേഴ്സ് ഡെത്ത് എന്താ പറയാ? പോസ്തുമസ്, പോസ്തുമസ്. അതേപോലെ തന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ജനിച്ചിട്ടുള്ള കുട്ടീനെ എന്താ പറയാ? പോസ്തുമസ്. ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കുക. സാഹിത്യമോഷണമാണ് നമ്മുടെ പ്ലഗിയറിസം അല്ലെ? പ്ലഗിയറിസം എന്ന് പറഞ്ഞാല് സാഹിത്യമോഷണം. എ പേഴ്സൺ ഹു ഹെൽപ് സംവൺ ടു ഡു റോങ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? പറയാവോ? കൂട്ടുപ്രതി അല്ലെങ്കിൽ കൂട്ടാളി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആരാണ്? എക്കംപ്ലൈസ്. ഓക്കെ, എ പേഴ്സൺ ഹു ഹെൽപ്സ് സംവൺ ടു ഡു റോങ് എന്താണ് പറയുന്നത്? എക്കംപ്ലൈസ്, എക്കംപ്ലൈസ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോസ്റ്റർ പറയാവോ? ഇമ്പോസ്റ്റർ. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ വ്യാജമായിട്ടുള്ള, ഫേക്ക് ആയിട്ടുള്ള. ഓക്കെ, ഫേക്ക് ആയിട്ടുള്ള. നമുക്ക് ആലോചിക്കാനായിട്ട് ഈ പല പോസ്റ്റേഴ്സും അല്ലെ, നമ്മൾ പല പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാം ശരിയാവണം എന്നുണ്ടോ? ഇല്ല അല്ലെ, പലതും ഫേക്ക് ആയിരിക്കും. അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാല് ഫേക്ക് ആയിട്ടുള്ള. ഓക്കെ, ഇനി അപ്സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അപ്സ്റ്റാർട്ട് ഇമ്പോർട്ടന്റ് ആണ്, വേണമെങ്കിൽ ചോദിക്കാം. അപ്സ്റ്റാർട്ട് എന്താണ്? അപ്സ്റ്റാർട്ട് പുതുപണക്കാരൻ അല്ലെ? പുതുപണക്കാരനെയാണ് നമ്മൾ അപ്സ്റ്റാർട്ട് എന്ന് പറയാ. ഓക്കെ, പെട്ടെന്ന് അപ്പായി എന്ന് ഓർക്കാം അല്ലെ? പെട്ടെന്ന് പൈസ ഉണ്ടായി എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. പുതുപണക്കാരൻ. നമ്മൾ പറയില്ലേ ഈ എന്താ പറയാ, പണ്ട് മുതലേ പൈസ ഉള്ള ആൾക്കാരല്ല, പക്ഷെ ഒരു ലോട്ടറി ഒക്കെ അടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറയില്ല, അതേപോലെ കേട്ടോ. അതാണ് അപ്സ്റ്റാർട്ട്. ഓക്കെ, എ പേഴ്സൺ ഹു ഹെൽപ്സ് സംവൺ ടു ഡു റോങ്, വേഗം പറഞ്ഞേ. എക്കംപ്ലൈസ്. ഓക്കെ, കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്തതിലേക്ക് കയറാം. എ സീക്രട്ട് ഏജന്റ് ഓൺ എ സ്പെസിഫിക് മിഷൻ. എ സീക്രട്ട് ഏജന്റ് ഓൺ എ സ്പെസിഫിക് മിഷൻ. സീക്രട്ട് ഏജന്റ് ആണ്. അപ്പോ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പറയുന്നത് എന്താണ്? എമിസരി. എന്താ പറയാ? എമിസരി. അപ്പൊ എല്ലാം ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയാ, ഉറ്റി കൊടുക്കുന്ന ഒരു സീക്രട്ട് ഏജന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? എമിസരി. അപ്പൊ എല്ലാം ശരി ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ ഓർത്തു വയ്ക്കാം അല്ലെ? സീക്രട്ട് ഏജന്റ് ഓൺ എ എന്താ പറയുന്നത്? എമിസരി, എമിസരി. ഇനി ഹെഡോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡോണിസ്റ്റ്, ഹെഡോണിസ്റ്റ് പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ, പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് പറയാ? ഹെഡോണിസ്റ്റ് എന്ന് പറയാ. പ്ലഷർ സീക്കിംഗ്, അതായത് സുഖലോലുപൻ എന്നൊക്കെ പറയും. ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരാ, കുറച്ചും കൂടെ സുഖിച്ച് ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പറയുന്നതാണ് ഹെഡോണിസ്റ്റ് കേട്ടോ, ഹെഡോണിസ്റ്റ്. എങ്ങനെ ആലോചിക്കുക? നമുക്ക് ഹെഡോ എന്ന് പറയുമ്പോൾ എഡോ എന്ന് ആലോചിക്കാം. നമ്മൾ മലയാളത്തിൽ എഡോ എന്ന് പറയില്ലേ? എഡോ ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, കുറച്ചും കൂടെ സുഖിച്ച് ജീവിക്കുന്നൊക്കെ ഓർത്തു വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ പ്രോഡിഗൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രോഡിഗൽ എന്ന് പറഞ്ഞാൽ എന്താ? പൊടി പൊടിച്ച് ജീവിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? എക്സ്ട്രാ വേഗന്റ്, ലാവിഷ് ആവുക. അപ്പൊ പഠിക്കുമ്പോൾ ഇതേപോലെയുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡ്സുകൾ ഓപ്ഷൻസിൽ കാണുമ്പോൾ അതൊന്ന് ഇടയ്ക്ക് റീകളക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ മൈൻഡിൽ ഈ കുറെ വാക്കുകൾ നിന്നോളും. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ എക്സാമിന് നമുക്ക് ഓപ്ഷൻ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. അല്ലാണ്ട് എന്താ പറയാ, ഫുൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമല്ല വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വൊക്കാബുലറിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവരും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ സ്പെസിഫിക് മിഷൻ എന്താ പറയാ? എല്ലാം ശരി ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കും അല്ലെ? എമിസരി, എമിസരി എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എ പേഴ്സൺ ഹൂസ് ഇൻഡിഫറെന്റ് ടു പ്ലഷർ ആൻഡ് പെയിൻ. അതായത് പെയിൻ വന്നാലും അതേപോലെ തന്നെ പ്ലഷർ, സന്തോഷം വന്നാലും എന്താ പറയാ, പ്രതികരിക്കാത്ത അല്ലെങ്കിൽ വികാരങ്ങളൊന്നും കാണിക്കാത്ത ഒരാളെ എന്താണ് പറയാ? സ്റ്റോയിക്. എന്താ പറയാ? സ്റ്റോയിക് ആണ് കേട്ടോ. പേഴ്സൺ ഹൂസ് ഇൻഡിഫറെന്റ് ടു പ്ലഷർ ആൻഡ് പെയിൻ. പ്ലഷറും പെയിനും വന്നു കഴിഞ്ഞാലും ഇൻഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ നമ്മൾ എന്താ പറയാ? സ്റ്റോയിക്, സ്റ്റോയിക് എന്നാണ് പറയാ. ഇനി സ്കെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സ്കെപ്റ്റിക്, സ്കെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് പറഞ്ഞാലും ഡൗട്ട് അടിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്കെപ്റ്റിക് എന്ന് പറയാ. ഓക്കെ, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ, പെട്ടെന്ന് വിശ്വസിക്കാത്ത ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? സ്കെപ്റ്റിക് എന്ന് പറയാ. ഓപ്ഷൻ ബി കേട്ടോ, സ്കെപ്റ്റിക്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആലോചിക്കാം അല്ലെ? ഈ സ്കെപ്റ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കില്ലേ? സെപ്റ്റിക് ആവോ, സെപ്റ്റിക് ആവോ എന്നൊക്കെ നമ്മൾ ആലോചിക്കില്ലേ? കാല് മുറിഞ്ഞിട്ട് സെപ്റ്റിക് ആവോ?
അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് വരും അല്ലെ? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്കെപ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സെപ്റ്റിക് ആയിട്ട് കണക്ട് ചെയ്യാം. സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ ആ സെപ്റ്റിക് ആയിട്ട് കണക്ട് ചെയ്യാം. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരാളെയാണ് സ്കെപ്റ്റിക് എന്ന് പറയാം. ഓക്കെ. അപ്പൊ പേഴ്സൺ ഹൂസ് ഇൻഡിഫറെന്റ് ടു പ്ലഷർ ആൻഡ് പെയിൻ. ഓക്കെ. അയാൾ എന്താ പറയുന്നത്? സ്റ്റോയിക്. സ്റ്റോയിക് എന്നാണ് പറയാട്ടോ. ഓക്കെ. അത് നോക്കാം. വൺ ഹു ബിലീവ്സ് അതേഴ്സ് ഈസിലി ആൻഡ് ക്യാൻ ബി ചീറ്റഡ്. പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരെ, അതായത് നമുക്ക് അവരെ എളുപ്പത്തിൽ പറ്റിക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരെ കേട്ടോ, വഞ്ചിക്കാൻ പറ്റുന്ന ആൾക്കാരെ, അവരെ പറയുന്നതാണ് ഗള്ളിബിൾ. പഠിച്ചു വെച്ചേക്കണേ, ഗള്ളിബിൾ. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹയസ്റ്റ് പോയിന്റിന് നമ്മുടെ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സെനത്ത് എന്നാണ് പറയാ. എന്താ പറയാ? സെനത്ത്. അതായത് ഒരു ഉയർച്ചയുടെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള പോയിന്റ്, ഒരു ഉയർച്ചയുടെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റിന് നമ്മൾ എന്താ പറയാ? സെനത്ത്. സെനത്ത്. അപ്പൊ ഈ സെനത്തിന്റെ ആന്റണിമും കൂടെ ഒന്ന് പഠിച്ചു പോവാ കേട്ടോ. സെനത്തിന്റെ ആന്റണിം നാദിർ ആണ്. നാദിർ എന്ന് പറഞ്ഞാല് താഴ്ചയുടെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള പോയിന്റിനെയാണ് നാദിർ എന്ന് പറയാ. അപ്പൊ സെനത്ത് എന്ന് പറഞ്ഞാല് ഹയസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇനി ഫൈറ്റ് ബിറ്റ്വീൻ ടു പീപ്പിൾ. ഓക്കെ. ഫൈറ്റ് ബിറ്റ്വീൻ ടു പീപ്പിളിനെ പറയുന്നത് ഡ്യുവൽ ആണ്. സ്പെല്ലിംഗ് നോക്കുക. DUEL. ഓക്കെ. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ആണ് കേട്ടോ, തല്ലുപിടുത്തമാണ്. ഇനി DUAL ഉണ്ടല്ലോ, ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ്, അല്ല, രണ്ട് നേച്ചർ, അത് ഡ്യുവൽ ആണ് കേട്ടോ. അപ്പൊ ഫൈറ്റ് ബിറ്റ്വീൻ ടു പീപ്പിളിൽ എന്താ പറയാ? ഡ്യുവൽ. DUEL. ഓക്കെ. നമുക്ക് അടുത്തതിലേക്ക് കയറാം. ഇനി നമുക്ക് കില്ലിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നോക്കാം. കില്ലിംഗ് ഓഫ് ഫാദർ, പാട്രിസൈഡ് അല്ലെ, പെറ്റേണൽ. നമ്മള് പെറ്റേണൽ, അച്ഛന്റെ സൈഡ് എന്നൊക്കെ പറയില്ലേ, പെറ്റേണൽ, അല്ലെങ്കിൽ പിതാവിന്റെ എന്നൊക്കെ ഓർക്കാം കേട്ടോ, പാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് മദർ ആണെങ്കിലോ മെറ്റേണൽ അല്ലെങ്കിൽ മെട്രിസൈഡ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? കില്ലിംഗ് ആണ് അല്ലെ, സൂയിസൈഡ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ. അപ്പൊ കില്ലിംഗ് ഓഫ് ഫാദർ ആണെങ്കിൽ പാട്രിസൈഡ്, കില്ലിംഗ് ഓഫ് മദർ ആണെങ്കിൽ മെട്രിസൈഡ്. കില്ലിംഗ് ഓഫ് സിസ്റ്റർ ആണെങ്കിലോ സൊറോറിസൈഡ്. കില്ലിംഗ് ഓഫ് സിസ്റ്ററിനെ നമ്മൾ എന്താ പറയാ? സൊറോറിസൈഡ്. സിസ്റ്ററിന്റെ S വെച്ചിട്ട് തന്നെ ഓർക്കുക കേട്ടോ, സൊറോറിസൈഡ്. കില്ലിംഗ് ഓഫ് ഇൻഫന്റ്, അത് സിമ്പിൾ ആണ് അല്ലെ, ഇൻഫെന്റിസൈഡ്. ഓക്കെ. കില്ലിംഗ് ഓഫ് ഇൻഫന്റിനെ പറയുന്നത് ഇൻഫെന്റിസൈഡ്. കില്ലിംഗ് ഓഫ് ബ്രദർ, ഫ്രാട്രിസൈഡ്. നമ്മൾ ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറയാറില്ലേ, ഫ്രറ്റേണിറ്റി. അതേപോലെ തന്നെ ഫ്രാട്രിസൈഡ്, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ് അല്ലെ. അപ്പൊ കില്ലിംഗ് ഓഫ് ബ്രദർ, ഫ്രാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് സൺ അല്ലെങ്കിൽ ഡോട്ടർ, അതിനെന്താ പറയാ? ഫിലിസൈഡ് അല്ലെ, ഫിലിസൈഡ്. ഇപ്പൊ നമ്മുടെ സ്വന്തം സണ്ണിനെയോ ഡോട്ടറിനെയൊക്കെ നമ്മൾ കൊല്ലുക എന്ന് പറഞ്ഞാല് ഫീലിങ്സ് ഒന്നും തീരെ ഇല്ലാന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ആ ഫീലിങ്സ് പോലെ ഫിലി കേട്ടോ, ഫിലിസൈഡ്, ഫിലിസൈഡ്. അപ്പൊ കില്ലിംഗ് ഓഫ് സൺ അല്ലെങ്കിൽ ഡോട്ടറിന് എന്താ പറയാ? ഫിലിസൈഡ്, ഫിലിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് ഹസ്ബൻഡ്, ഹസ്ബൻഡിനെ കൊല്ലുന്ന ഒരു ആളെ പറയുന്നത് എന്താണ് പറയാ? വെറിസൈഡ് അല്ലെങ്കിൽ മാരിറ്റിസൈഡ്. ഓക്കെ. വെറിസൈഡ് അല്ലെങ്കിൽ മാരിറ്റിസൈഡ് എന്നാണ് പറയാ. അപ്പൊ ഹസ്ബൻഡിനെ കൊല്ലുന്ന എന്തിനായിരിക്കും? വേറെ മാരി ചെയ്യാനാണെന്ന് ഓർക്കാം. അങ്ങനെ നമുക്ക് മാരിറ്റിസൈഡ് ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. വേറെ മാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻഡിനെ കൊന്നേന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. വേറെ എന്നുള്ള രീതിയിൽ വിരി അല്ലെ, വേറെ മാരി ചെയ്യാൻ. അപ്പൊ വിരി, മാരി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. വെറിസൈഡ്, വെറിസൈഡ്. കില്ലിംഗ് ഓഫ് പാരന്റ്സ്, ഇത് പാരന്റിസൈഡ് അല്ലെ, പേരിൽ തന്നെ കിട്ടും. കില്ലിംഗ് ഓഫ് സ്പൈഡർ എന്താ? അറാക്നിസൈഡ്, അറാക്നിസൈഡ്. അപ്പൊ ഈ സ്പൈഡർ മിക്കവാറും നമ്മുടെ റാക്കിന്റെ ഒക്കെ അടിയിലൊക്കെ ഉണ്ടാവും ഓർക്കാം അല്ലെ, റാക്ക് പോലെ, RACK ആണ്, അറാക്നിസൈഡ്. അപ്പൊ ആ സ്പൈഡറും റാക്കുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അറാക്നിസൈഡ്, അറാക്നിസൈഡ്. കില്ലിംഗ് ഓഫ് എ റേസ് ഓഫ് പീപ്പിൾ, ഒരു ഒരു ജനസിനെ കൊല്ലുക എന്ന് പറയില്ലേ, ജെനോസൈഡ് അല്ലെ. ഒരു ജനസിനെ കൊല്ലുക, ജെനോസൈഡ്. കില്ലിംഗ് ഓഫ് എ റേസ് ഓഫ് പീപ്പിൾ, ഇറ്റ് ഇസ് നോൺ ആസ് ജെനോസൈഡ്. മേഴ്സി കില്ലിങ്ങിനെ പറയുന്നത് യുത്തനേഷ്യ, യുത്തനേഷ്യ. ഓക്കെ. മേഴ്സി കില്ലിംഗ്, അതിനെ പറയുന്നത് യുത്തനേഷ്യ. കില്ലിംഗ് ഓഫ് ഫംഗൈ, ഫംഗിസൈഡ് ആണ്. കില്ലിംഗ് ഓഫ് കിങ് ആണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞു, കിങ് രാജിവെച്ചില്ല, അപ്പൊ റെജിസൈഡ്, റെജിസൈഡ്. കില്ലിംഗ് ഓഫ് വൈഫ് ആണെങ്കിലോ യുക്സോറിസൈഡ് അല്ലെ, യുക്സോറിസൈഡ്. അപ്പൊ നിങ്ങൾ ആദ്യം സോറി പോയിട്ട് വൈഫിനോട് പറഞ്ഞു, വൈഫ് കേട്ടില്ല, വൈഫിനെ കൊന്നു എന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. യുക്സോറിസൈഡ്, യുക്സോറിസൈഡ്. അപ്പൊ കില്ലിംഗ് ഓഫ് എ റേസ് ഓഫ് പീപ്പിൾ, ജനസൈഡ്. മേഴ്സി കില്ലിംഗ്, യുത്തനേഷ്യ. കില്ലിംഗ് ഓഫ് ഫംഗൈ, ഫംഗിസൈഡ്. കില്ലിംഗ് ഓഫ് കിങ്, റെജിസൈഡ്. കില്ലിംഗ് ഓഫ് വൈഫ്, യുക്സോറിസൈഡ്. കില്ലിംഗ് ഓഫ് ക്ലോസ് റിലേറ്റീവ്സ്, പാരിസൈഡ് ആണ്, പാരിസൈഡ് കേട്ടോ. കില്ലിംഗ് ഓഫ് ക്ലോസ് റിലേറ്റീവ്സ്. അപ്പൊ ക്ലോസ് റിലേറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ പാര വെച്ചിട്ടുണ്ടെന്ന് ഓർക്കാം, അതുകൊണ്ട് തന്നെ അവരെ കൊന്നു ഓർക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ മാർക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന കണക്ഷൻസ് ആണ്. പാരിസൈഡ് കേട്ടോ. കില്ലിംഗ് ഓഫ് ക്ലോസ് റിലേറ്റീവ്സ് എന്താ പറയാ? പാരിസൈഡ്, പാരിസൈഡ്. വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്, സൊംനാംബുലിസ്റ്റ്. വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ്, സൊംനിലോക്വിസ്റ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഓക്കെ.
അപ്പൊ കില്ലിങ്ങിന്റെ നമുക്ക് ഒന്നും കൂടെ സ്റ്റാർട്ടിംഗ് ഒന്ന് നോക്കാം. കില്ലിംഗ് ഓഫ് ഫാദർ പാട്രിസൈഡ്, കില്ലിംഗ് ഓഫ് മദർ മാട്രിസൈഡ്, കില്ലിംഗ് ഓഫ് സിസ്റ്റർ എന്താ സൊറോറിസൈഡ്, കില്ലിംഗ് ഓഫ് ഇൻഫന്റ് ഇൻഫന്റിസൈഡ്, കില്ലിംഗ് ഓഫ് ബ്രദർ എന്താ വരിക ഫ്രാട്രിസൈഡ്, കില്ലിംഗ് ഓഫ് സൺ അല്ലെങ്കിൽ ഡോട്ടറിനെ ഫിലിസൈഡ് എന്ന് പറയും, കില്ലിംഗ് ഓഫ് വൺസ് ഹസ്ബൻഡിനെ വെറിസൈഡ് അല്ലെങ്കിൽ മാരിറ്റിസൈഡ്, കില്ലിംഗ് ഓഫ് പാരന്റ്സ് പാരന്റിസൈഡ്, കില്ലിംഗ് ഓഫ് സ്പൈഡർ അറാക്നിസൈഡ്, കില്ലിംഗ് ഓഫ് എ റേസ് ഓഫ് പീപ്പിൾ ജനസൈഡ്, മേഴ്സി കില്ലിംഗ് യുത്തനേഷ്യ, കില്ലിംഗ് ഓഫ് ഫംഗൈ ഫംഗിസൈഡ്, കില്ലിംഗ് ഓഫ് കിങ് റെജിസൈഡ്, കില്ലിംഗ് ഓഫ് വൈഫ് യുക്സോറിസൈഡ്, കില്ലിംഗ് ഓഫ് ക്ലോസ് റിലേറ്റീവ്സ് പാരിസൈഡ്, വൺ ഹു വോക്സ് ഇൻ സ്ലീപ്പ് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ പഠിച്ചതാണ്. സോംനാംബുലിസ്റ്റ്, വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ്, സോംനിലോക്വിസ്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് വൺ ഹു കമ്പൈൽസ് ഡിക്ഷണറി. ഡിക്ഷണറി കമ്പൈൽ ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്താണ് പറയാ? എല്ലാവരും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവരുടെയും കമന്റ്സും കൂടെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.